ഹലോ, ഞാനിപ്പോൾ എന്തിനാ വന്നതെന്നറിയോ? ഞാൻ ഇട്ട ഡ്രസ്സുകൾ കാണിച്ചു തരാൻ വിചാരിച്ചിട്ട്. അതായത് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എവിടുന്നാണ് ഈ ഡ്രസ്സ് വാങ്ങണത്, ഏത് സൈറ്റിൽ നിന്നാണ്, ഷോപ്പിൽ നിന്നാണോ, സ്റ്റിച്ച് ചെയ്യുന്നതാണോ, എവിടുന്നാണ് സ്റ്റിച്ച് ചെയ്യുന്നത്, അങ്ങനത്തെ കുറേ ചോദ്യങ്ങൾ. അപ്പോൾ ഞാൻ വിചാരിച്ചു അലമാരയിൽ നിന്ന് ഒന്നായിട്ട് പുറത്തിടാൻ സുഖമാണ്, അത് തിരിച്ചെടുത്ത് വയ്ക്കുന്നത് വലിയൊരു ടാസ്ക്കാണ്. ആദ്യമൊക്കെ വലിയ ഇൻട്രസ്റ്റ് കുറച്ച് നല്ലോണം മടക്കും, പിന്നെ പിന്നെ നമുക്ക് മടുക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒന്നായിട്ട് വലിച്ചു വാരിയിട്ടിട്ട് ചെയ്യാതെ എന്തായാലും എനിക്ക് വേഷം കെട്ടിയിട്ട് ഡാൻസ് ക്ലാസ്സിൽ ഞാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഡാൻസ് ക്ലാസ് അല്ല, എവിടെയെങ്കിലും പോകുമ്പോൾ ആ ദിവസങ്ങളിൽ ഞാൻ ഓരോ ഡ്രസ്സ് ഇടുന്നത് അതിനെക്കുറിച്ചിട്ട് പറഞ്ഞു തരുന്നതല്ലേ നല്ലത് അല്ലേ? അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടെ വ്യക്തമായിട്ട് എനിക്ക് സംസാരിക്കാനും പറ്റും. ഞാൻ ഇന്നൊരു ഫ്രോക്ക്, ഈ ഫ്രോക്ക് നിങ്ങൾ ഇഷ്ടം പോലെ ഞാൻ കുറേ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്, അല്ലാതെയും ഒക്കെ ഞാൻ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു ഫ്രോക്ക്, ഈ ഫ്രോക്കിൽ ഞാൻ വാങ്ങിച്ചത്, ഫ്രോക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചതാണ്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം ഞാൻ ഇതിൻ്റെ മുന്നേ പറഞ്ഞിട്ടുണ്ട്, നമ്മളെ കോഴിക്കോട് മിംസിൻ്റെ അടുത്ത് സൽക്കാര ഹോട്ടലില്ലേ, സൽക്കാരിൻ്റെ നേരെ ഓപ്പോസിറ്റ്, മിംസിൻ്റെ ഭാഗത്തുള്ള സൽക്കാരിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ് കാണാം. അപ്പോൾ അവിടെ ഒരു അവിടെ എന്താ പറയുക, അതിൻ്റെ തൊട്ട് മേലെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സ്ഥലം കാണാം. ഞാൻ പോകുന്നത് വിനോദേട്ടൻ്റെ അടുത്താണ് ഞാൻ സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. എനിക്ക് നന്നാവാറുണ്ട്, അതായത് ഞാൻ പറയുന്ന അതേ സ്റ്റൈലിലാണ് വിനോദേട്ടൻ എനിക്ക് അടിച്ചു തരാറ്. അപ്പോൾ അതുകൊണ്ട് എന്താ പറയുക, എനിക്ക് എൻ്റെ ഈ ഡ്രസ്സുകളൊക്കെ ഞാൻ പാറ്റേൺ കാണിച്ചു കൊടുത്താൽ മൂപ്പര് അതേ സ്റ്റൈലിൽ എനിക്ക് ചെയ്തു തരാറുണ്ട്. അപ്പം ഇത് ഞാൻ ശോഭികല്ലേ, നമ്മളെ കോഴിക്കോടുള്ള ശോഭിക എന്ന് മെറ്റീരിയൽ വാങ്ങിച്ചാൽ, ഇത് ഭയങ്കര റേറ്റുള്ള മെറ്റീരിയലേ അല്ല, വളരെ ചീപ്പ് റേറ്റിൽ ഞാൻ ദിവ്യചേച്ചി ഞാനും ദിവ്യചേച്ചിയും കൂടെ ഒരു ദിവസം പോയപ്പോൾ അവൾ വാങ്ങണ കണ്ടപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. എന്നാൽ ഞാൻ വിചാരിച്ചു എപ്പോഴെങ്കിലും എന്തെങ്കിലുമായിട്ട് അടിക്കാമല്ലോ വിചാരിച്ചിട്ടാണ് ഈ വയറ് തൂങ്ങിക്കിടക്കുന്നത്. എൻ്റെ ഇയർഫോണിൻ്റെ ഞാൻ കുത്തിവെച്ചത്, ഞാൻ മൈക്ക് ഇപ്പോഴും വാങ്ങിയില്ല, പിച്ചുകൊണ്ടാണോ എന്നറിയില്ല, എനിക്കൊരു മടി വാങ്ങാൻ, വെറുതെ വേസ്റ്റായി പോകുന്നു. ഞാൻ ഈ മെറ്റീരിയൽ കണ്ടോ, ഇതിൻ്റെ ഉള്ളിൽ കണ്ടൊരു കുഞ്ഞൊരു സീക്വൻസ്, അതേ കളറിലൊരു സീക്വൻസിൻ്റെ ഒരു ഇത് പോകുന്നുണ്ട്. അപ്പോൾ അതൊരു എനിക്ക് ഇങ്ങനത്തെ ഇഷ്ടമാണ്. എവിടെയെങ്കിലും കുഞ്ഞൊരു ഇങ്ങനെ ഒരു ഇത് കണ്ടോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ആ തുണി കണ്ടപ്പോൾ ഞാൻ വാങ്ങി. ഞാൻ വിചാരിച്ചു സ്കേർട്ട് അടിക്കണോ, ഭയങ്കര കൺഫ്യൂഷനായി. അപ്പം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ, ഒരു ദിവസം ഈ പിൻട്രസ്റ്റ് പറഞ്ഞിട്ടൊരു ആപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, പിൻട്രസ്റ്റ്? അതിലെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് പർച്ചേസിങ് അല്ല, പലവിധ മോഡൽസ്, അതായത് ഞാൻ പറയുന്ന ഡ്രസ്സ് മാത്രമല്ല എന്തിൻ്റെ മോഡൽസ് നമുക്ക് കിട്ടും പിൻട്രസ്റ്റിൽ നിന്ന്. ഇപ്പോൾ ഇനി വീടിൻ്റെ ഒരു ഭാഗം നമുക്ക് എന്ത് ചെയ്യുക, അതിലൊരു ക്യാമറ ഓപ്ഷൻ ഉണ്ട്. അപ്പം ഒരു വീടിൻ്റെ ഒരു കോർണർ, നമ്മൾ ആ ഒരു കോർണറിൽ ഈ ക്യാമറ വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഭാഗത്ത് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് പിൻട്രസ്റ്റിൻ്റെ ആപ്പിൽ പറഞ്ഞുതരും. സാധാരണ ഒരു ആപ്പാണ്, പിൻട്രസ്റ്റ് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. ആ ആപ്പിൽ നമുക്ക് ഇനിയിപ്പോൾ ഫ്രോക്ക് മോഡൽ വേണോ, സ്കേർട്ടും ബ്ലൗസ് സാരി എന്ത് വേണമെങ്കിലും അതിന് മോഡൽസ് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ വെറുതെ ഫ്രോക്ക് എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ മോഡലൊക്കെ പക്ഷേ സാധാരണ മോഡലാട്ടോ. അപ്പോൾ പെണ്ണിട്ട് കണ്ടപ്പോൾ എനിക്ക് എന്തോ രസം, ഞാനത് വിനോദേട്ടന് അയച്ചു കൊടുത്തിട്ട് അങ്ങനെ അടുപ്പിച്ചതാണ്. ഇവിടെ ഒരു പഫ് വെച്ചിട്ട് ഈ ബട്ടണൊക്കെ പറഞ്ഞിട്ട്, ഇതൊക്കെ പഴയ, നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഇതിപ്പോൾ എന്തെന്നുള്ളത് തോന്നും, പക്ഷേ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ ആ മോഡലിൽ അടിച്ചു. അപ്പോൾ പിൻട്രസ്റ്റിൽ നോക്കിയിട്ട് ഞാൻ അത് അയച്ചു കൊടുത്തിട്ട് അടിച്ചതാണെന്ന് ഞാൻ പറയുകയാണ്. അപ്പം സ്റ്റിച്ച് ചെയ്യിപ്പിച്ച ഡ്രസ്സാണ് ഇത്. ഞാൻ ലാസ്റ്റ് നിന്നിട്ട് കാണിച്ചു തരാം, നിങ്ങൾ കുറേ വീഡിയോസ് കണ്ടതാണ്. ഞാൻ വെച്ചാൽ ഓരോ ഡ്രസ്സായിട്ട് ഇങ്ങനെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് വിലയൊന്നും കൊടുത്തിട്ടുള്ള തുണിയല്ല കേട്ടോ, ഭയങ്കര ചീപ്പായിട്ട് കിട്ടുന്ന തുണികൾ മെല്ലെ നമ്മൾ വാങ്ങി വയ്ക്കും, വളരെ ചീപ്പ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകൾ പറ്റാത്ത വിധത്തിലുള്ള മെറ്റീരിയൽ കാണുമ്പോൾ മെല്ലെ വാങ്ങി വയ്ക്കുക, എന്നിട്ട് പിൻട്രസ്റ്റിൽ പോയി നോക്കി വയ്ക്കാൻ ഞങ്ങൾക്ക് പല ഐഡിയകളും കിട്ടും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെയാണ് ഈ ഡ്രസ്സിൻ്റെ കാര്യം ഞാൻ ലാസ്റ്റ് നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ മാതിരി വേറൊരു കാര്യമുണ്ട്, നമ്മളില്ലേ ഒരു വീഡിയോയിൽ കാണുന്ന ഡ്രസ്സ് എന്ന് പറയുമ്പം വീഡിയോയിൽ വേറെ തന്നെയാണ്, ഒരു കുറച്ച് ഫിൽറ്ററൊക്കെ ഇട്ടിട്ട് നമ്മൾ ആ ഒരു ബ്രൈറ്റ്നസ് അതൊക്കെ കൂട്ടുമ്പോൾ അതിനൊരു ഭംഗി വരും. നമ്മൾ ചാക്കിട്ടിട്ട് വീഡിയോയ്ക്ക് പോസ് ചെയ്ത് കഴിഞ്ഞാലും ഈ ക്യാമറയിൽ അതിന് അപ്ലോഡ് ചെയ്ത് വരുമ്പം ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ കാണുന്ന ഭംഗി നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവണം എന്നില്ല കേട്ടോ. അതാണ് ഞാനിങ്ങനെ ഓരോരുത്തർ ഭയങ്കര ഭംഗി എന്ന് പറയുമ്പോൾ ഞാൻ ഈശ്വര അത്രയൊന്നും ഭംഗിയില്ലല്ലോ, ഇത് നോർമലാണല്ലോ. ഞാൻ ക്യാമറയിൽ നമുക്ക് വേറെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഡാൻസ് ചെയ്യുമ്പം ഞാൻ പറയാലോ, ഞാൻ കുറേ ഡാൻസിന് സാരികൾ ഒട്ടും മാച്ചില്ലാത്ത ബ്ലൗസൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. പക്ഷേ അത് ക്യാമറയിൽ കാണുമ്പോൾ അതിന് ഭയങ്കര ഭംഗി വരും. ഒരു തരത്തിലും മാച്ച് അല്ലാത്തതും വളരെ നരച്ച് പൊളിച്ചതൊക്കെ ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് ഡാൻസ് ചെയ്യാറുണ്ട്. വെറുതെ കിടക്കുന്ന സാരിയൊക്കെ വെച്ചിട്ട്, ഞാൻ പഴയ സാരികളൊക്കെ വെച്ചിട്ട് ഡാൻസ് ചെയ്യുമ്പം അതിൽ ക്യാമറയിൽ ഭയങ്കര ഭംഗിയുണ്ട്. ഒരു ദിവസം ഞാൻ ഒരു ഡാൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ മുന്നേ, ഇവിടുത്തെ രാജുവേട്ടൻ്റെ അമ്മേൻ്റെ കല്യാണ സാരി, നല്ലൊരു വയലറ്റ് കളറാണ്. ആ സാരി ഉടുത്തിട്ട് ഞാൻ ചെയ്തിട്ട് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്, അയ്യോ ഇത് എവിടുന്നാണ് ഈ സാരി എന്നൊക്കെ. പഴയ സാരിയാണ്, അതിനങ്ങനെ ഞാൻ ഇങ്ങനെ തോണ്ടിയാൽ ചിലപ്പോൾ കീറും, അത്രയും പുരാതന സാരി. പക്ഷേ കളറ് ഒരു രക്ഷയില്ലായിരുന്നു, ക്യാമറയിൽ കണ്ടപ്പോൾ ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. അതിന് നീളമൊന്നുമില്ല, മുന്താണിയൊക്കെ അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുന്താണി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ തോർത്തിട്ട് മുന്താണി. പക്ഷെ അതിനെനിക്ക് ഭയങ്കര ആൾക്കാരിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാൻ പറഞ്ഞത് ക്യാമറയിൽ ചിലപ്പം വേറെ തന്നെ ഒരു ഭംഗി ഉണ്ടാവും, അതുപോലെ നേരിട്ട് കാണുമ്പോൾ ഉണ്ടാവണം എന്നില്ല. എന്തായാലും ഇതൊക്കെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ കഥ, അങ്ങനെയാണ്.
പിന്നെ ഞാൻ എന്തോ പറയാൻ പോയതെന്നറിയോ, ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത പ്രോട്ടീൻ പൗഡറിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഭയങ്കര സന്തോഷമായി. ഒരുപാട് ആൾക്കാർ താങ്ക് യു ചേച്ചി എന്ന് പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. അതിലൊക്കെ ഈ പറഞ്ഞ മാതിരി ഭയങ്കരമായിട്ട് എനിക്ക് മെസ്സേജസ് വന്നിട്ടുണ്ട്. ഭയങ്കര താങ്ക്സ് ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. കുറേ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇങ്ങനെ ഭക്ഷണം കഴിക്കാത്ത കുറേ കുട്ടികളുണ്ട്, അപ്പോൾ ഞങ്ങളിതൊന്ന് ട്രൈ ചെയ്തോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മൾ ചെയ്യുന്ന ആ കാര്യങ്ങളൊക്കെ ആൾക്കാരിങ്ങനെ അതിനെപ്പറ്റി പറയുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. നമ്മളെ സ്നേഹിക്കാൻ ആൾക്കാരുണ്ടാവുക പറയുന്നത്. നമുക്ക് സ്നേഹിക്കാൻ ആരെ വേണമെങ്കിലും സ്നേഹിക്കാം, അതൊരു കാര്യമുള്ള കാര്യമല്ല. നമ്മളെ സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് എന്തിനും സ്നേഹിക്കാം. നമ്മൾ സ്നേഹിക്കപ്പെടുക എന്ന് പറയുന്നതാണല്ലോ എപ്പോഴും. വലിയ തത്വങ്ങൾ പറയല്ല, എന്നാലും ഞാൻ പറയാം, നമ്മൾ കുറേ ആൾക്കാർ നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് കാണുന്നതാണ് വലിയൊരു ഭാഗ്യമാണത്. പറയാണ്ടിരിക്കാൻ പറ്റില്ല. ദൈവം സഹായിച്ചിട്ട് എനിക്ക് ആ ഒരു ഭാഗ്യമുണ്ട്. ഇത്രയും ആൾക്കാർ നമ്മളെ വീഡിയോസ് കാണുക, സ്നേഹം പറയുക എന്നൊക്കെ പറയുന്നത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ് കേട്ടോ. എൻ്റെ വർത്തമാനം കേട്ടിട്ട് ഒരുപാട് ആൾക്കാർക്ക് അതൊരു പോസിറ്റിവിറ്റി ഉണ്ട്, സങ്കടം മാറുന്നുണ്ട് എന്നൊക്കെ ഒരാൾ പറഞ്ഞാൽ തന്നെ ഞാൻ എൻ്റെ ഒരു ലൈഫിലൊരു സക്സസ് ആണത്, അല്ലേ? നമ്മൾ ജീവിക്കുമ്പോൾ ബാക്കിയുള്ളവർക്കൊരു സന്തോഷം കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ആ ജീവിതം ഒരു എന്താ പറയുക സക്സസ് എന്ന് പറയുന്നത്. അതെൻ്റെ ഇതാട്ടോ ഞാൻ പറയണത്. അതായത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് എൻ്റെ സന്തോഷങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ ജീവിക്കുന്നത് മറ്റുള്ളവർക്കൊരു ഉപദ്രവമാവുന്നില്ല എന്ന് കാണുന്നതാണ് സന്തോഷം. അതാണ് നമ്മളുടെ ലൈഫിലെ സക്സസ് എന്ന് പറയുന്ന ഒരു സാധനം എന്നാണ് ഞാൻ എൻ്റെ ഒരു ഇതാട്ടോ പറയണത്. ഞാൻ കുട്ടികൾക്കും അത് തന്നെയാണ് പറഞ്ഞു കൊടുക്കാറ്. നിങ്ങളെ മാക്സിമം അടിച്ചു പൊളിച്ച് ജീവിക്കുന്നത് മറ്റ് ചുറ്റുവട്ടത്തുള്ളവർക്ക് ഒരു ഉപദ്രവമാവാതെ രീതിയിലാക്കുക, ബാക്കിയുള്ളവർക്ക് പെയിൻ ആവാത്ത രീതിയിൽ. നമുക്ക് നാട്ടുകാരെ മുഴുവൻ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ പറ്റില്ല, അങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നമ്മൾ സന്തോഷിക്കുന്നുണ്ട്, അതിൻ്റെ ഇപ്പുറത്തേക്കൊന്നും ആൾക്കാർക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ജീവിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ഈ ഒരു വർത്തമാനം നിങ്ങളെ ലൈഫിൽ പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് കാണുമ്പം, അത് കേൾക്കുമ്പം, അത് നിങ്ങൾ തന്നെ പറഞ്ഞ് അറിയുമ്പം ഭയങ്കര സന്തോഷമല്ലേ ഇതൊക്കെ. എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടം വന്നു. അതും എനിക്കിപ്പം 95,000 95,000 ആൾക്കാർ സബ്സ്ക്രിപ്ഷൻ ആവാനായി. അതും എനിക്ക് ഭയങ്കര സന്തോഷം. എന്താ അറിയോ, നമ്മൾ ഈ യൂട്യൂബ് ചാനൽ കാണുമ്പം കുറേ ഇങ്ങനെ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല. പക്ഷേ എൻ്റെ വീഡിയോസ് കാണാൻ ആഗ്രഹമുള്ളവരായിരിക്കുമല്ലോ എന്നെ സബ്സ്ക്രൈബ് ചെയ്തേ. അപ്പോൾ അതൊരു സന്തോഷമല്ലേ. ഇത്രയും ആൾക്കാർ നമ്മളെ സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം. എനിക്കതിന് ഭയങ്കര നന്ദിയുണ്ട് കേട്ടോ, ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇത്രയും ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തു, ഇങ്ങനെ ഇഷ്ടം പറയുക എന്നൊക്കെ പറയുമ്പം വലിയൊരു സന്തോഷം. ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്, അതും നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവർക്കും ഇപ്പം എൻ്റെ സംസാരം ഇഷ്ടപ്പെടണമെന്നില്ലേ. എന്താ ഇപ്പം വലിയ സ്റ്റൈലാണ് അങ്ങനെയൊക്കെ പറയുന്നവരുണ്ടാവുമല്ലോ അല്ലേ. അതിനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പക്ഷേ ഇപ്പോൾ 10 ആളിൽ ഒരാൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് തന്നെ, എന്നെ കണ്ടിട്ടില്ല, ഞാൻ ആരാന്നറിയില്ല, ഒന്നും അറിയാതെ വെറും എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്നോട് ഇഷ്ടം വരിക എന്ന് പറയുന്നത് വലിയൊരു സംഭവമല്ലേ. വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്, അതൊരു ഭാഗ്യമാണ്. ആ ഭാഗ്യം എനിക്കുണ്ട് ഇന്ന് വരെ. നാളെ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് പറയാമെന്ന് വിചാരിച്ചു. പ്രോട്ടീൻ പൗഡർ കേട്ട് എല്ലാവർക്കും അപ്പോൾ അങ്ങനത്തെയൊക്കെയാണ് ആൾക്കാർക്ക് ഇഷ്ടം എന്ന് എനിക്ക് മനസ്സിലായി. പൊതുവേ എല്ലാവർക്കും നമ്മളെ ശരീരവും ആരോഗ്യവും എന്താ പറയുക ഇതാവുന്ന ഒരു കാലമാണ് ഇപ്പം, അല്ലേ? എല്ലാവരും ജിമ്മിന് പോകുന്നു, എന്തൊക്കെയാണ് വേണം, എല്ലാവർക്കും ഭംഗിയിൽ അല്ലെങ്കിൽ ആരോഗ്യവന്മാരായിട്ട് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇപ്പം. പണ്ടുള്ള കുറച്ചും കൂടെ മുന്നേ ഒന്നും അത്രയ്ക്കും ആൾക്കാർക്കൊരു ഭ്രാന്തമായിട്ടുള്ളതില്ല. എന്നെ അടക്കാട്ടോ പറയണത്. പൈസ ഉണ്ടാക്കണം, കുട്ടികൾക്ക് വേണ്ടി ജീവിക്കണം, അങ്ങനെയായി നമ്മളെ പിന്നിലുള്ള, അതായത് നമ്മളെ അമ്മമാരും അച്ഛന്മാരും ജനറേഷൻ എന്ന് പറഞ്ഞാൽ അവർ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ. അവരൊന്നും ചെയ്യാതെയും ഒക്കെ ഡെഡിക്കേറ്റഡ് ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ, ഞാൻ അടക്കമുള്ള ആൾക്കാരാണ്, ഒരുപാട് മക്കൾക്ക് വേണ്ടിയിട്ട് നല്ല നമ്മളെ സന്തോഷത്തിനും വേണ്ടിയിട്ടും ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ ഒരു ജനറേഷനിൽ ഉണ്ട്. ഇനിയുള്ള ജനറേഷൻ്റെ കാര്യം പറയും വേണ്ട, എന്താണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ. പറഞ്ഞമാതിരി നേരെ ഓപ്പോസിറ്റായിട്ട് ഇതും വരും. അങ്ങനെയാണ്, കാലങ്ങൾ മാറ്റി മറക്കുകയാണ് പലതും. കുറേ പഴയമ്മ കൊണ്ടുവരുന്നുണ്ടല്ലോ. ഇപ്പം വീടുകളിലൊക്കെ ആണെങ്കിൽ കുറേ പഴയ സാധനങ്ങൾ കാണുന്നുണ്ടല്ലോ, ഓരോന്ന് വെക്കാനും അങ്ങനത്തെയൊക്കെ. അതായത് പഴയതും ആൾക്കാർ സ്നേഹിക്കുന്നതോടുണ്ട്. ഇനിയുള്ള ജനറേഷൻ ചിലപ്പോൾ പറയാൻ പറ്റില്ല, അങ്ങനെ പോകെ അങ്ങനെയും ആവാം. പക്ഷെ നമ്മളൊരു ജനറേഷനിൽ കൂടുതലായിട്ട് കണ്ടുവരുന്നത് നമുക്കും അത് സന്തോഷം വേണം. എന്നിട്ടും കുട്ടികൾ, അതായത് കുട്ടികളെ മാക്സിമം നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നു, നല്ലൊരു ജോലി കൊടുക്കുന്നു, പിന്നെ അവരെ പിന്നാലെ പോകേണ്ട ആവശ്യമില്ല. അങ്ങനെ ചിന്തിക്കുന്നതാണ് കുറച്ച് ആൾക്കാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. ഒന്നായിട്ട് അവർ കൊടുത്തിട്ട് നമ്മളിങ്ങനെ ഒന്നുമില്ലാതെ അങ്ങനെ വേണ്ട കേട്ടോ. നമുക്ക് കുറച്ചൊക്കെ സന്തോഷം വേണം, നമ്മളെ ലൈഫൊക്കെ ഒന്ന് ആസ്വദിക്കണം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ആൾക്കാർ ജിമ്മിന് പോകുന്നു, ആരോഗ്യം നോക്കുന്നു, ഭംഗി വേണമെന്ന് ചിന്തിക്കുന്നു, സ്കിന്ന് നോക്കുന്നു, ഒക്കെ ഈ ഒരു ജനറേഷനിലാണ് കുറച്ചുകൂടെ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഞാൻ പ്രോട്ടീൻ പൗഡറിനെ കുറിച്ച് പറഞ്ഞപ്പം എല്ലാവർക്കും ഭയങ്കര ആവേശമുണ്ട്, അത് കഴിക്കണം അല്ലെങ്കിൽ അതൊരു അടിപൊളിയാണ് എന്നുള്ളത്. നല്ല ചൂടെടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കറണ്ടും ഇല്ല. ഫാൻ ഇട്ട് കഴിഞ്ഞാൽ ഡിസ്റ്റർബൻസും, AC ഇടാനാണെങ്കിൽ കറണ്ടും ഇല്ല. എന്തൊക്കെയായാലും ചൂടിൻ്റെ കൂട്ടരേ. അപ്പം അങ്ങനെ
അപ്പം ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഓടി വന്നതാണ്. ഇതിൻ്റെ കൂടെ എൻ്റെ ഉടുപ്പ് ഞാനൊന്ന് നിന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടു നോക്കൂ. ഇത് രസമുണ്ട് ഇങ്ങനെ പെൺകുട്ടിയൊക്കെ അടുപ്പിക്കാൻ. വേറെ ഇത് ചിലപ്പം എന്തെങ്കിലും പ്ലെയിൻ സാരിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഡ്രസ്സ് അടിച്ചു കഴിഞ്ഞാൽ നല്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്തൊക്കെ ഒരു പ്ലെയിൻ സാരികളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. പ്ലെയിൻ സാരി കൊണ്ട് നല്ല ഫ്രോക്കുകൾ അടിക്കാം. പക്ഷേ അതൊക്കെ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാലും എല്ലാവരും നോക്കും. ഇതൊക്കെ പറയുമ്പം ഞാൻ പിൻട്രസ്റ്റിൽ വലിയ സ്റ്റൈൽ നോക്കി എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ ഒരു സാധാരണ ഫ്രോക്കാണ്. പക്ഷേ ഇതിട്ട് പോകുമ്പോഴും എല്ലാവരും ചോദിക്കാറുണ്ട് എവിടുന്നാണ് വാങ്ങിച്ചത്, എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾക്കും ഈ ഫ്രോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് പറഞ്ഞതിൽ വളരെ നന്ദിയുണ്ട്, ഭയങ്കര താങ്ക്സ് ഉണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. അതും കൂടെ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ആയിട്ട് ഓടി വന്നത്. ഹായ്. അപ്പോൾ ഇങ്ങനെയാണ് ഞാനിത് നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന എൻ്റെ ഒരു രൂപം. ഇത് ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. പക്ഷേ ഞാൻ റിക്വസ്റ്റ് വന്നുകൊണ്ടൊന്നും കൂടെ പറഞ്ഞു എന്ന് മാത്രം. ഇത് നല്ല ഭംഗി സുഖമുള്ള ക്ലോത്താണ്. ഭയങ്കര ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര കംഫർട്ടാണ്. എനിക്കിഷ്ടപ്പെട്ടൊരു ഡ്രസ്സാണ്. അത്യാവശ്യം ഇതൊക്കെ നല്ല ഓർണമെൻറ്റ്സ് ഒക്കെ ഇട്ട് മുടിയൊക്കെ അടിപൊളി സെറ്റ് ചെയ്തൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒരു അത്യാവശ്യം ഒരു പ്രോഗ്രാമിനോ ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു ഡ്രസ്സ് തന്നെയാണ്. ഇതിൻ്റെ അടിയിൽ ഞാൻ ലൈനിങ് കൊടുത്തതൊരു സാറ്റിൻ തുണിയാണ്. ഇതിൻ്റെ പിന്നാമ്പുറത്തൊരു കെട്ടുണ്ട്. അത് ഇങ്ങനെ ഷോൾഡർ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ മൊത്തം ലുക്ക്. കുറച്ച് ബട്ടണൊക്കെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ടൈപ്പ് ഒരു ഫ്രോക്കാണ്. അപ്പം ബൈ.